ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജ്യമ്മയുടെ കുടിലാണ്. വിജയനും ആളുകളും ചേർന്ന് ശാരികയും ശാരദാമ്മയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് രോഹിത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. രോഹിത് ഇവിടെ ഇല്ലെന്ന് ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്നും മര്യാദയ്ക്ക് പറയുന്നതാ നിങ്ങൾക്ക് നല്ലതെന്നും വിജയൻ പറയുന്നു. തുടർന്ന് വിജയൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് സത്യം എങ്ങനെ പറയിപ്പിക്കണമെന്നേ എനിക്ക് നന്നായി തന്നെ അറിയാം. അത്രയും പറഞ്ഞ് ശാരികയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് വിജയൻ. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മയും രാജ്യമ്മയും. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും വിജയൻ അതൊന്നും വകവെക്കുന്നില്ല. തുടർന്ന് അകത്തെ മുറിയിൽ നിന്നും എന്തോ അനക്കം കേൾക്കുന്ന വിജയൻ കൂടെ വന്ന ഗുണ്ടകളോട് അകത്തേക്ക് പോയി നോക്കാൻ പറയുകയാണ്. അങ്ങനെ അവര് അകത്തേക്ക് പോയി നോക്കുമ്പോൾ രോഹിത് ഒരു പായയുടെ അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. പാ അനങ്ങുന്നത് കണ്ട് ശ്രദ്ധിക്കുമ്പോൾ അവര് രോഹിത്തിനെ കാണുന്നു. തുടർന്ന് അവര് രോഹിത്തിനെ പിടിച്ചുകൊണ്ട് വിജയന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. തുടർന്ന് വിജയൻ രോഹിത്തിനെ ഇടിക്കുകയും രോഹിത്തിനെ മുട്ടുകുത്തിച്ച് നിർത്തുകയും ചെയ്യുന്നു. നീ എന്തിനാടാ ഇപ്പോഴേ പായിൽ കയറിയിരുന്നത്? എന്താണെങ്കിലും നിന്നെ നാളെ പായി കയറ്റി ഞാൻ തന്നെയായിരിക്കും അങ്ങ് പരലോകത്തേക്ക് പറഞ്ഞു വിടാൻ പോകുന്നത്. അപ്പോ നീ എന്താണെങ്കിലും മരിക്കാൻ തയ്യാറായിക്കോ. ആദ്യം നിന്നെ കൊല്ലണം, എന്നിട്ട് വേണം ബാക്കി ഇവരെ മൂന്നിനെയും കൂടി എനിക്ക് കൊല്ലാൻ. അതെന്തിനാ സാറേ? എന്നെയല്ലേ നിങ്ങൾ കൊല്ലാൻ വന്നത്? നിങ്ങൾ എന്നെ തന്നെ കൊന്നാ മതി, അവരെ വെറുതെ വിട്ടേക്കാൻ രോഹിത് പറയുമ്പോ വിജയൻ പറയുകയാണ്, അതെ, നിന്നെ കൊല്ലാൻ തന്നെ ആ ബോസ് സാറ് പറഞ്ഞത്. നിന്നെ കൊല്ലാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതും. പക്ഷേ ഇപ്പോൾ എല്ലാ രഹസ്യങ്ങളും ഇവർക്കറിയാവുന്ന സ്ഥിതിക്ക് ഇവരെ ജീവനോടെ വിട്ടാലേ അതെനിക്കും കൂടി ആപത്താണ്. അതുകൊണ്ട് നിന്നെ കൊന്നതിന് പിന്നാലെ തന്നെ ഞാൻ ഇവരെയും കൊല്ലും. അത്രയും പറഞ്ഞുകൊണ്ട് വിജയൻ രോഹിത്തിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ കതക് തല്ലിപ്പൊളിച്ചുകൊണ്ട് ആരോ അങ്ങോട്ടേക്ക് വരികയാണ്. അത് വിഷ്ണുവായിരുന്നു. തുടർന്ന് വിജയൻ പറയുകയാണ്, ആരോ വന്നെന്ന് തോന്നുന്നു, നിങ്ങൾ പോയി നോക്കിക്കേ ആരാണെന്ന്. അങ്ങനെ അവർ ചെല്ലുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ്. തുടർന്ന് വിഷ്ണു ആ ഗുണ്ടകളെ രണ്ടിനെയും അടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം വിഷ്ണു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വിജയൻ ചോദിക്കുകയാണ്, നീ ആരാ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. എന്റെ വിജയ, ഞാൻ നിന്റെ അന്ത്യം കണ്ടിട്ടേ പോകൂ. ഞാനേ കൽക്കിയാ കൽക്കി. അത്രയും പറഞ്ഞ് വിജയനെ നന്നായി പെരുമാറുകയാണ് വിഷ്ണു. തുടർന്ന് വിജയൻ തന്റെ ജീവന് വേണ്ടി വിഷ്ണുവിന് മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. വിഷ്ണു പറയുകയാണ്, എന്റെ മുന്നിൽ കൈകൂപ്പുന്നവരെ ഞാനൊന്നും ചെയ്യാറില്ല. എന്താണെങ്കിലും നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. തിരിഞ്ഞു നോക്കാതെ ഇവിടെ നിന്ന് പോയിക്കോ. ഇനി മേലാൽ നിങ്ങൾ ഈ സെറ്റിൽമെന്റ് കോളനിയിൽ കാണാൻ പാടില്ല. എങ്ങാനും കണ്ടാൽ നിങ്ങൾ എന്റെ തനി സ്വരൂപം അന്ന് തിരിച്ചറിയുമെന്ന് പറഞ്ഞ് വിഷ്ണു വിജയനെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കുകയാണ്. അങ്ങനെ വിജയൻ പോയതിനു ശേഷം രാജ്യമ്മ ചോദിക്കുകയാണ്, ഇതാണോ ശാരദാമ്മ പറഞ്ഞ വിഷ്ണു? ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, വിഷ്ണു അല്ല രാജ്യമ്മേ, മുഖം തിരിച്ചറിയാത്ത ഒരാൾ. അത്ര പറഞ്ഞാ മതി. ഇവിടെ നടന്ന കാര്യങ്ങള് വിജയനും ആ രണ്ട് ഗുണ്ടകൾക്കും പിന്നെ നമുക്ക് മാത്രമേ അറിയാവൂ. പുറത്താർക്കും അറിയില്ല. അതുകൊണ്ട് ഏതോ ഒരു തീവ്രവാദി അങ്ങനെ ഒരാൾ ഇവിടെ വന്നു, അതുമാത്രം രാജ്യം എല്ലാവരോടും പറഞ്ഞാ മതി. പിന്നെ ശാരദാമ്മേ, ഈ കാട് വിട്ട് കഴിയുമ്പോ ശാരദാമ്മ ശാരികയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണം. ഞാൻ വരില്ല. രോഹിത്തിനെ കൊണ്ട് ഞാൻ പോയിക്കോളാം. ഇത് കേൾക്കുന്ന രോഹിത് പറയുകയാണ്, എനിക്ക് എന്റെ അമ്മയെ കാണണം. കാടിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ നമ്മൾ നേരെ പത്മാവതി അമ്മയുടെ അടുത്തേക്കാ പോകുന്നത്. രോഹിത് പുറം ലോകം ഇപ്പൊ കാണില്ല. എന്താണെങ്കിലും ഇപ്പൊ സുസ്മിത പോലീസ് കസ്റ്റഡിയിലാണ്. നാളെ സുസ്മിതയുടെ നുണ പരിശോധനയാണ്. സുസ്മിത നമ്മളോട് കളിച്ച അതേ നാണയത്തിൽ തന്നെ നമ്മളും തിരിച്ചു കളിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രോഹിത് ഇപ്പോ തിരിച്ചു വന്ന കാര്യം ആരും അറിയണ്ട. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ രാജ്യമ്മയോട് നന്ദി പറയുകയാണ്. ശാരികയുടെ കാഴ്ചശക്തി തിരികെ കൊടുത്തതിനും കൂടാതെ രോഹിത്തിനെ ജീവനോടെ അവർക്ക് തിരികെ ഏൽപ്പിച്ചതിനും. ഇത് കേൾക്കുന്ന രാജ്യമ്മ പറയുകയാണ്, കുറച്ചു ദിവസമേ ആയിട്ടുള്ളെങ്കിലും ശാരദാമ്മ എനിക്ക് സഹോദരിയെ പോലെയാണ്. എനിക്ക് ആരുമില്ലാത്തതാണ്. ഇടയ്ക്കൊക്കെ ശാരദാമ്മ ഈ സെറ്റിൽമെന്റ് കോളനിയിലേക്കൊക്കെ ഒന്ന് വരണം. അത്രയും പറഞ്ഞ് രാജ്യമ്മ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനെന്താ രാജ്യമ്മേ, ഞാൻ വരാമെന്ന് ശാരദാമ്മയും പറയുന്നു. തുടർന്ന് വിഷ്ണു വിജയന്റെ തോക്ക് രാജ്യമ്മയെ ഏൽപ്പിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.